കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് പൂട്ടി കേന്ദ്രം. രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കൂട്ടായ്മയാണ് എന്ന് കേന്ദ്രം. അക്കൗണ്ടിൻ്റെ സ്ഥാപകൻ തന്നെയാണ് ഇന്ത്യയിൽ അക്കൗണ്ട് മരവിപ്പിച്ചെന്ന വാർത്ത പുറത്തുവിട്ടത്. ഇപ്പോൾ വിവരങ്ങളുമായി ഫെമിന ചേർന്നു. ഫെമിന, ജുഡീഷ്യൽ ഓഫീസർമാരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാവശ്യമായ തെറ്റായ കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായും ഈ കോക്രോച്ച് പാർട്ടിക്ക് അത്തരത്തിൽ ആക്ഷേപഹാസ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നാണോ ഇത്തരത്തിൽ അടച്ചുപൂട്ടൽ വഴി വ്യക്തമാക്കുന്നത്? എന്താണ് ഈ ആക്ഷേപഹാസ്യമാണെങ്കിൽ തന്നെ? തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഇപ്പോൾ എക്സിൽ വിലക്കിയിരിക്കുകയാണ് കേന്ദ്രം. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇത്തരത്തിൽ രാജ്യത്തെ തൊഴിലില്ലാത്തവരെ കോക്രോച്ചുകളാണ് എന്ന തരത്തിലൊരു പരാമർശം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു അതിന് ഉയർന്നു വന്നിരുന്നത്. അതിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കൂട്ടായ്മ എന്ന നിലയിൽ കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കുന്നത്. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ അഭിജിത് ദീപ്കെയാണ് ഇത്തരത്തിൽ ഈ പാർട്ടി സ്ഥാപിച്ചത്. അതിൽ ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ എക്സ് അക്കൗണ്ടിൽ BJP-യേക്കാൾ കൂടുതൽ ആളുകൾ ഈ ഒരു പാർട്ടിയെ പിന്തുണക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഈ CJP പാർട്ടി ഏറ്റെടുക്കുകയുണ്ടായി. ഇപ്പോൾ അതിനെ തുടർന്ന് ആണ് ഇത്തരത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി തരംഗമായതിനു ശേഷം ഇപ്പോൾ എക്സിൽ ഇതിന്റെ വിലക്കിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലും ഇത്തരത്തിൽ ഒരു ഹാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമുണ്ട് എന്നാണ് ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്കെ ഇപ്പോൾ പറയുന്നത്. എന്തായാലും രാജ്യത്ത് ഈ BJP-യെ ഇത്തരത്തിൽ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഒരു ആക്ഷേപ സ്വഭാവമുള്ള ഒരു കൂട്ടായ്മയെ വിലക്കുന്ന അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. തീർച്ചയായും കോക്രോച്ച് ജനതാ പാർട്ടി ആ കൂട്ടായ്മയുടെ അക്കൗണ്ട് പൂട്ടിച്ചു കേന്ദ്ര സർക്കാർ. ഇതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ഫെമിന നൽകിയത്.